ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാം ആൻസർ കീ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആൻസറിലേക്ക് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ കൂടി വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ആൻസർ മാത്രമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് വായിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഇപ്പം നിങ്ങൾ എഴുതിയ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 1 to 5 നോക്കാം. ഫസ്റ്റ്, ഹൗസ് ദ ലൈറ്റിംഗ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ട്രെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൻസർ വരുന്നത് ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ ദ കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ ദ കമ്പാർട്ട്മെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഹു അക്കോർഡിംഗ് ടു ദ നറേറ്റർ വുഡ് ഹാവ് ബീൻ ദ ഹാപ്പിയസ്റ്റ് അറ്റ് ഹെർ ഗുഡ് ഫോർച്യൂൺ ആണ്. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ ഹെർ ഫാദർ ആണ്. മൂന്നാമത്തതിൻ്റെ ആൻസർ ദ തോട്ട് അബൌട്ട് ഹെർ ഫാദർ ആണ്. 4 B ആണ് കേട്ടോ. ഇതിങ്ങനെ കാണിച്ചു തരാം. 4 B ആണ്. ഷി വാസ് ഗോയിങ് ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ആണ്. 3 പറഞ്ഞു നമ്മൾ. ഇനി 5 ഉണ്ട്. 5 നൗൺ ഫ്രേസ് വരുന്നത് മൈ ഫെല്ലോ പാസഞ്ചേഴ്സ്. വെർബ് ഫ്രേസ് വേർ ഡോസിങ് ഇൻ ദ കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇനി 6ാമത്തെ ഈ ഒരു പോയട്രി വായിച്ചിട്ട് നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഈ ഒരു പോയം വായിച്ചിട്ട് നമുക്ക് 6, 7, 8, 9 ആൻസർ ചെയ്യണം. അപ്പോൾ 6ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ദിസ് എക്സ്പ്രഷൻ ക്യാരീസ് കൊണോട്ടേഷൻസ് ഓഫ് സ്പീക്കിംഗ് വിത്തൗട്ട് പർപ്പസ്. 7ൻ്റെ ആൻസർ വരുന്നത് B ആണ്. 7B. എ റോസ് വിത്ത് ഹ്യൂ ആൻഡ് സെൻറ്റ് ആണ്. 8ാമത്തതിൻ്റെ ആൻസർ it reflects a deep awareness of time passing. It reflects a deep awareness of time passing ആണ്. 9 റൈമിംഗ് സ്കീമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് റൈമിംഗ് സ്കീം എന്ന് പറയുമ്പോൾ ഇതാ ഈ ടങ്ങും ഫ്ലങ്ങും വരും. അപ്പോൾ ഇത് A, ഇത് B, ഇത് A, ഇത് B. ഓക്കെ, അപ്പോൾ AB ആണ് വരിക കേട്ടോ. AB എന്ന് പറഞ്ഞിട്ട് വരും റൈമിംഗ് സ്കീം. ടങ്ങും ഫ്ലങ്ങും അതുപോലെ ആക്സിഡൻറ്റും സെൻറ്റും. അപ്പോൾ ഇതാണ് വരിക. AB എന്നാണ് റൈമിംഗ് സ്കീം വരിക. അപ്പോൾ 1 മുതൽ 9 വരെയുള്ളതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻസർ കണ്ടില്ല എന്നൊന്നും ആരും പറയരുത്. 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് വേണ്ടവർ നോട്ട് ചെയ്യുക. അടുത്തത് നമുക്ക് 10ാമത് തന്നിരിക്കുന്നത് നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ലൈൻസ് ആണ്. അതിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ എഴുതണം. അപ്രിസിയേഷൻ എഴുതുമ്പോൾ തീം, ഇമേജ്, പോയറ്റിക് ഡിവൈസസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് അപ്രിസിയേഷൻ നോക്കാം. 10th. The central theme revolves around the idea that life's experiences are unrepeatable. It emphasizes the fleeting nature of time and encourages us to embrace each moment, recognizing its singularity and valuing the present. The poetic devices to enhance the poem's impact as life's matter presented as a course that cannot be repeated, highlighting its singular nature. The class and summer, simple eyes, opportunities, and the passage of time, emphasizing the finality of each moment. The initial tone is reflective and slightly melancholic, acknowledging the sorry fact of life improvisation. However, it shifts towards acceptance and appreciation of the present moment. The poem uses relatable images to convey its message. For instance, the comparison of life to a course only offered once and the inability to repeat the class in summer. We will illustrate the idea of unrepeatability and the lack of a second chance in life. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് എഴുതണമെന്നില്ല. നിങ്ങൾക്കത് വായിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് അതിൻ്റെ തീം എഴുതാൻ തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ എഴുതാട്ടോ. മെറ്റഫർ, അങ്ങനത്തെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ട് തന്നിരിക്കുന്നതാണ്. 10 കഴിഞ്ഞാൽ 11 നമുക്ക് ഒരു പാസേജ് തന്നിട്ട് 11, 12, 13, 14 ആൻസർ ചെയ്യണം. അപ്പം നമുക്ക് 11ാമത്തെ ആൻസർ നോക്കാം. ദ ഗുഡ് സ്റ്റാർട്ട്സ് ഇറ്റ് ഗിവ്സ് ആസ് ഇൻ അവർ ഡേയ്സ് വർക്ക്. 12ൻ്റെ ആൻസർ ഇൻ ദ മോർണിംഗ് അവർ മൈൻഡ് ഇസ് ഫ്രഷ് ആൻഡ് there few distractions. 13ാമത്തേൻ്റെ ആൻസർ വരുന്നത് 3ാമത്തെയാണ്. A and D ആണ് വരിക. ദെൻ 14ാമത്തേൻ്റെ ആൻസർ വരുന്നത് C, എക്സസൈസിങ് ഇൻ ദ മോർണിംഗ് ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്
15 ഒരു എ ക്വസ്റ്റ്യനും ഒരു ബി ക്വസ്റ്റ്യനും വരുന്നുണ്ട്. 15 എ എന്ന് പറയുന്നത് ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നുള്ളതാണ്. റിവ്യൂ ഓഫ് ദ സ്റ്റോറിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 15 എയുടെ ആൻസർ നോക്കാം, ദെൻ 15 ബി നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും, ബട്ട് നമ്മളിവിടെ രണ്ടും ചെയ്യുന്നുണ്ട്. 15 എയുടെ ആൻസർ വരുന്നത് ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച്. ദിസ് ഇസ് ഹൈലൈറ്റഡ് ത്രൂ ദി കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ബോയ്സ് ഇനീഷ്യൽ ഇന്നസെൻസ്. ബോയ്സ് പറയുമ്പോൾ ഒരു the boy's initial innocence and his later understanding of the complexity of life. Other themes include the importance of education, family, and the interconnectedness of human experience. The story progresses chronologically following the young boy encounters various experiences such as making new friends, learning new things, and witnessing the changes in his surroundings and the people around him. The climax occurs when he encounters an older man representing a reflection of his future self, which prompts him to contemplate the passage of time and the meaning of life. 15 എ കഴിഞ്ഞാൽ നമുക്ക് 15 ബി ആണ് കേട്ടോ. ഇത് ഗാന്ധിജിയുടെ സ്പീച്ചാണ് നമ്മുടെ 15 ബിയുടെ ആൻസർ. അപ്പോൾ ഗാന്ധിജിയുടെ സ്പീച്ച് നോക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ നേഷൻ സീക്കിംഗ് മിയർ പൊളിറ്റിക്കൽ ഫ്രീഡം, but as a voice for a profound vision for an independent India built not on the ashes of conflict but around the enduring strength of internal principles. Our struggles, often misunderstood, is not one of hatred. It is a testament to the power of non-violence or ahimsa. This is not a weapon of the weak but the ultimate force of the brave. It is the unwavering conviction that true change, lasting change, can only be achieved through peaceful resistance, through the power of truth and love. The pillars, the three pillars, non-violence, universal brotherhood, education, they are not mere aspiration but the very essence of all struggle and the promise of a brighter future for all. Thank you. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. ഓരോ ഫുൾ സ്റ്റോപ്പിന് ശേഷവും നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. ഇത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവാതിരുന്നതാണ്. അപ്പോൾ ഓരോ ഫുൾ സ്റ്റോപ്പിന് ശേഷവും വരുന്ന ഫസ്റ്റ് ലെറ്റർ എപ്പോഴും നിങ്ങൾ ക്യാപിറ്റൽ ആക്കിയിട്ട് തന്നെ എഴുതണേ. ഇതിലിപ്പോൾ സ്മോൾ കണ്ടു പറഞ്ഞിട്ട് സ്മോൾ എഴുതണ്ട, എല്ലാം ക്യാപിറ്റലാണ്. ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഫസ്റ്റ് തുടങ്ങുന്ന ലെറ്റർ ക്യാപിറ്റലിൽ എഴുതുക. അപ്പോൾ 15 ബി കഴിഞ്ഞു. ഇനി 16ലും ഇതുപോലെ 16 എ 16 ബി കൊണ്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ രണ്ടും ചെയ്യും. 16 എ ഒരു റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ടും 16 ബി ഒരു ക്യാരക്ടർ സ്കെച്ചുമാണ്. 16 എയുടെ ആൻസർ വരുന്നത് ഗാന്ധിജി അഡ്രസ്സസ് വിമൻസ് ഇന്ത്യ കൗൺസിൽ ഇൻ ലണ്ടൻ. അപ്പോൾ ലണ്ടൻ ഒരു ഡേറ്റ് കൊടുക്കുക. മഹാത്മാഗാന്ധി, എ ലീഡിംഗ് ഫിഗർ ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ, captivated an audience at Morley College Hall today. Addressing the Women's India Council, his visit to England has garnered significant media attention, and his address today focused on a pivotal and heroic role played by Indian women in the ongoing fight for independence. During his speech, Gandhiji highlighted the unwavering spirit and sacrifices of Indian women, commenting their active participation in various aspects of the freedom movement. He emphasized their contributions from organizing protests and boycotts to enduring hardships and imprisonment, inspiring the audience with their tales of courage and resilience. The address served as a powerful reminder of the strength and determination of Indian women in their quest for a free India. അപ്പോൾ ഇത് കുറച്ച് വലുതായി നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്റൻസ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും എഴുതിയാൽ മാത്രമേ അത് വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും 2 പാരഗ്രാഫ് ആക്കിയിട്ട് ഒരു റിപ്പോർട്ട് തന്നത്. 16 എ കഴിഞ്ഞാൽ 16 ബി ക്യാരക്ടർ സ്കെച്ചാണ്. സെൽമ ലാഗർലോഫിൻ്റെ father. Selma Lagerlof's father was a significant and influential figure in her life, profoundly shaping her development as a writer and ultimately contributing to her achievement as a Nobel laureate. He instilled in her a deep love for literature and storytelling, particularly through his sharing of fairy tales and sagas of heroes. This early exposure to imaginative narratives ignited her passion for writing and provided a rich foundation for her own creative works. He was a source of inspiration and intellectual stimulation, nurturing her literary inclination and fostering an environment where her talents could flourish. His influence is evident in the themes and narrative styles present in Lagerlof's acclaimed works, demonstrating the enduring impact of his character and guidance on a remarkable literary journey. അപ്പോൾ ഹിൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 16 ബി ഇതാണ് ക്യാരക്ടർ സ്കെച്ച് വരിക. ഇനി 17 എയും 17 ബിയും ഉണ്ട്. സെയിം സൽമ ലാഗർലോഫിനെ കുറിച്ചിട്ട് തന്നെയാണ്. അവിടെ നമുക്കൊരു പാരഗ്രാഫ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ആണ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ ഒരു നറേറ്റീവും നമ്മൾ തയ്യാറാക്കണം. ഞാനിവിടെ 17 എയും 17 ബിയും തരും. നിങ്ങൾക്ക് ഒരെണ്ണല്ലേ എക്സാമിന് എഴുതാനുള്ളൂ. 1 6 മാർക്കിൻ്റെയാണ് കേട്ടോ.
അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് നോക്കാം. ആസ് എക്സാംപ്ലിഫൈഡ് ഇൻ സെൽമ ലാഗർലോസ് ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദ ആക്ട് ഓഫ് റീഡിംഗ് ഹോൾഡ്സ് പ്രൊഫൗണ്ട് ഇമ്പോർട്ടൻസ്, സെർവിംഗ് ആസ് എ cornerstone for intellectual and emotional development. Lagerlof's indebtedness to her father for introducing her to the world of fairy tales and heroic sagas underscores how reading cultivates imagination, broadens horizons, and instills a love for learning. Through books, individuals gain access to diverse perspectives, historical accounts, and timeless wisdom, fostering empathy and critical thinking skills. Reading not only provides entertainment but also enriches the soul, shapes moral values, and equips one with the knowledge and understanding necessary to navigate the complexities of life. It is a gift that once received continues to yield immeasurable returns throughout a lifetime. അപ്പോൾ ഇതാണ് നമ്മൾ ആ റീഡിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്ങിൻ്റെ വരിക. ഇനി 17B നമുക്കൊരു നറേറ്റീവാണ്. ഇതിൽ 3 പാരഗ്രാഫ്, 3 കുറച്ചധികം പാരഗ്രാഫ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചുരുക്കാട്ടോ. ഇതിപ്പോൾ നറേറ്റീവ് ആയതുകൊണ്ടും 6 മാർക്ക് ആയതുകൊണ്ട് ഇത്രയും വലിച്ചു നീട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. നിങ്ങളത് ചുരുക്കി 2 പാരഗ്രാഫൊക്കെ നിങ്ങൾക്ക് ആക്കാം. എന്താ ഇത്ര കൂടുതലൊന്നും ചോദിക്കരുത്, എഴുതി വന്നപ്പോൾ അത് അങ്ങനെ ആവുന്നതാണ്. യു നോ, ഐ ഓഫൺ തിങ്ക് അബൌട്ട് ഹൗ മച്ച് ഐ ഓ ടു സോ മെനി പീപ്പിൾ ഹു ഹെൽപ്ഡ് മീ ബിക്കം ദ റൈറ്റർ ഐ എം ടുഡേ. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ് ദ ക്രാഫ്റ്റ്, ഇറ്റ് വാസ് അബൌട്ട് ദ എൻകറേജ്മെന്റ്, ദ ഇൻസൈറ്റ്സ് ആൻഡ് ഈവൻ ദ ചലഞ്ചസ് ദേ പ്രസന്റഡ്. ഐ റിമെമ്പർ മൈ ഓൾഡ് ടീച്ചർ, Miss Anna. She was the first one who truly saw a spark in my writing. Even when it was just clumsy attempts at poetry, she had always find something positive to say, but also gently pushed me to refine my language and explore deeper themes. Her belief in me was a constant source of motivation. And then there was my grandmother with her endless stories of folklore and legends. She instilled in me a love for storytelling and a deep connection to our cultural heritage, which became a wellspring for so much of my work. I wouldn't have known where to find my voice without her tales echoing in my mind. Even some of the critics, though their words could sometimes sting, played a part. Their critics, when considered thoughtfully, helped me to sharpen my skills and understand my weaknesses. It's a humbling process but a necessary one for growth. So many people in so many ways contributed to who I am as a writer. I truly believe that every artist stands on the shoulders of giants, and I am eternally grateful for those who lifted me up. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 18A 18B ആണ്. 18A എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനും 18B ഒരു ഡയറി എൻട്രിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 18A. Boy, hi, are you new here too? Student, yes, first day. I am a bit nervous to be honest. Boy, me too. It's so much bigger than I thought. What do you think we will do first? Student, I heard we will learn to read and write. Boy, I hope so. I wonder if the teachers are strict. Student, don't worry, we have to listen carefully. Boy, yes, you are correct. Student, but at least we will have friends, right? It's better than being home alone all day. Boy, definitely, together later. Student, it sounds good. ഓക്കെ. 18A കഴിഞ്ഞാൽ 18B എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണ്. നിങ്ങൾക്കിവിടെ ഏതെങ്കിലും ഒരു വർഷത്തിൻ്റെ ഇത് കൊടുക്കാം കേട്ടോ. 2025 കൊടുക്കുക. I returned to my old school today, or what used to be my old school. The changes, they are simply overwhelming. I feel a profound sense of loss, a disconnection from my past, from the very foundations of my youth. The familiar path is gone, replaced by a paved road. The humble, beloved building of my childhood is now a towering, impersonal structure of glass and steel. Where are the old trees under which we played? Where is the simple courtyard where we gathered? Everything is new, efficient, and utterly foreign. The faces of the people too are unfamiliar. Their hurried steps and modern attire is stark contrast to the leisurely pace and traditional dress I remember. I feel like a ghost wandering through a landscape that once held my most cherished memories, now stripped of its essence. The rapidity of these changes is startling, almost violent in its erasure of the past. It's as if time itself has accelerated, leaving me breathless and disoriented. I long for the simplicity, the familiarity, the quiet dignity of what once was. This new world is a stranger to me and I to it. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡയറി എൻട്രി വരുന്നത്. ഇതും നിങ്ങൾക്ക് ചുരുക്കാട്ടോ. അടുത്തത് വരുന്നത് പ്രൊഫൈലാണ്. ചാർലി ചാപ്ലിൻ്റെ. തന്നിരിക്കുന്ന ഹിൻഡ് വെച്ചിട്ട് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. സർ
Charles Spencer Chaplin, born on April 16, 1889 in Walworth, London, England, was a celebrated actor, comedian and filmmaker. He was also renowned as a director, producer and composer. His notable films include The Kid, The Gold Rush, City Lights, Modern Times and Great Dictator. Chaplin received numerous recognition throughout his career, including an honorary award in 1972, the Best Score Award in 1973 and a Life Achievement Award in 1974. He passed away on December 25th, 1977. അടുത്തത് 20ാമത് വരുന്നത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം, തന്നെയാണ് ആൻസർ കേട്ടോ. From where did Gandhiji receive letters daily? രണ്ടാമത്തെ, what was the content of the letters Gandhiji received? Third, who came to see Gandhiji to renew their friendship? Fourth, what was the relationship between Gandhiji and the English friends, including civil servants? 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഉണ്ടാക്കിയാൽ മതി. നെക്സ്റ്റ് 21, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കണം. 100 വേർഡ്സ് ആണ്, 100 വേർഡ്സിൽ കൂടാൻ പാടില്ല. അതിൽ ഹ്യൂമൻ ഇമോഷൻസ് വരണം, റിലേഷൻഷിപ്പ് വരണം, സോഷ്യൽ സിറ്റുവേഷൻ വരണം. നിങ്ങൾക്ക് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതിന് നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ കൊടുക്കാം. ദ മാൻ സ്റ്റൂഡ് ഇൻ ദ murky water, the weight of his past pressing down. He remembered the flood that had swept away his home, his family, everything. The dark swirling water mirrored the despair in his eyes, yet a flicker of defiance remained. He had faced loss, but he wouldn't be broken. He would rebuild not just a house but a life, honoring the memories that now fueled his resolve. This was not an end but a painful solitary beginning. 22, 23, 24, 25 ആണ് ഇനി വരുന്നത്. ഈ ബോക്സ് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. 22ന്റെ ആൻസർ ആണ് CSA. 23ന്റെ ആൻസർ C ആണ്. It has sent more than 2 astronauts to ISS. 24ന്റെ ആൻസർ മാർക്ക് T വന്ദേഹൈ ആണ് കേട്ടോ. ഇനി 25 വരുന്നത്, 25ന്റെ ആൻസർ A. ബോത്ത് A and C are കറക്റ്റ് ആണ് വരിക. 25 A അല്ല, ബോത്ത് A and C are കറക്റ്റ് അല്ലേ? ഒരു മിനിറ്റ്. വാലേരി A and C are കറക്റ്റ് ആണ്. അതിൽ A and C അല്ല, അതിൽ നമുക്ക് ഓപ്ഷൻ ശരിക്ക് A and C എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല. ഇതും കറക്റ്റ് ആണ് കേട്ടോ. 25ന്റെ ആൻസർ. 26 സണ്ണിന് ഫാദറിനെ തന്നിട്ട് ദ സൺ സെഡ് ദാറ്റ് ഹി ഡിഡ്ന്റ് ലൈക്ക് ടു സ്റ്റേ അവേ ഫ്രം ഹോം. അതാണ് എയിൽ വരിക. ബി, ദ ഫാദർ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 25ാമതിൻ്റെ ആൻസർ വാലേറി പോളിയാക്കോവിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എയും സിയും ആണ് കറക്റ്റായിട്ട് തോന്നിയത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓപ്ഷനിൽ അത് ഇല്ല. ബി ആൻഡ് സി ആണ് പിന്നെ ഉള്ളത്. A and C ആണ് ആക്ച്വലി കറക്റ്റായിട്ട് വരുന്നത്. ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് എഴുതുക. ദെൻ 27ാമത്തെ 27th വരുന്നത് കൺസിസ്റ്റ്, ബി വരുന്നത് വിത്ത്, സി വരുന്നത് ആൻസർ ന്യൂമറസ്, ഡി എക്സ്പ്ലോർഡ്, ഇ എന്താണ് പ്രൂവ് ആണ്, എഫ് എന്താ നീഡാണ് കേട്ടോ. നീഡ്സ് വേണ്ട. ഇനി അടുത്തത് 28 വരുന്നത് 28 A ഗോ ഓണം എന്നാണ്, ONM ആണ് കേട്ടോ. അടുത്തത് ബി വരുന്നത് ടേക്കൺ ബാക്ക് ആണ്. ഹി വാസ് ക്വയറ്റ് ടേക്കൺ ബാക്ക്. ഇത് സി വേണ്ട. സി ടേക്കൺ ഓവർ ആണ്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഗോ ഓൺ ആണ് അല്ലേ? ഇത് ആൻസർ കീയിൽ വന്നതാണ് കേട്ടോ, ഞാൻ എഴുതിയതല്ല. അപ്പോൾ എ ഗോ ഓൺ ആണ്, ബി ടേക്കൺ ബാക്ക് ആണ്, സി ടേക്കൺ ഓവർ, ഡി ബേസ്റ്റ് ഇൻ ടു, ഇ ലെറ്റപ്പ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 28. 29ാമത് വരുന്നത് എയുടെ അവിടെ വിത്ത് കൊടുക്കുക, ബിയുടെ അവിടെ ദി, സി ഇന്ന്, ഡി ഓഫ്. നെക്സ്റ്റ് 30 വരുന്നത് 30യുടെ ആൻസർ ആദ്യത്തെ ബോക്സിൽ ഇവിടെ R/2 കൊടുക്കുക. എ R/2, ബി വെൻ വിൽ യു ലീവ് ഫോർ സ്റ്റോക്ക്ഹോം. ഇത്
അടുത്ത സി ഐ വുഡ് ഹാവ് കം വിത്ത് യു. ഡി ആർ യു ട്രാവലിംഗ് അലോൺ. ഇ വുഡ് യു മൈൻഡ് കമ്മിങ് ടു മൈ ഹോം ആൻഡ് സീ മീ. ഈ 5 എണ്ണം നിങ്ങൾ ഇവിടെ കൊടുക്കണം കേട്ടോ. അതായത് ഇവിടെയാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. 30 കഴിഞ്ഞാൽ 31 റീറൈറ്റ് ദി സെൻറ്റൻസസ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ആണ്. 31A അവർ ഫസ്റ്റ് സോങ് വാസ് ചാൻറ്റഡ് ബൈ എസ്. ബി വരുന്നത് വി വർ സോർട്ടഡ് ഇൻ ടു റാങ്ക്സ് ബൈ ദി മെൻ. വേണ്ടാത്തത് ഞാൻ വെട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ എഴുതരുത്. അപ്പോൾ ക്ലാസ് ഇനി നമുക്ക് 32ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ക്രാംഡ് എന്നുള്ളതാണ് ആൻസർ വരിക. അതുപോലെ തന്നെ അടുത്തത് ബി അറ്റ് സ്നെയിൽ സ്പേസ് എന്നുള്ളതാണ്, അറ്റ് സ്നെയിൽ സ്പേസ് എന്നുള്ളതാണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ 32 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ചെയ്ത ക്ലാസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.